നമസ്കാരം. ഇന്ന് ഇതുപോലത്തെ നല്ല സൂപ്പർ റവ ഉപ്മാവ് റെഡിയാക്കാം. കുറച്ച് മാതൾ നാരങ്ങൻ്റെ മണികൾ ഇടണം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കുറച്ച് റവ വറുത്തെടുക്കാം. റവ മുട്ട് വന്ന് മാറ്റി ആ കടായിൽ തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് താമര വിത്ത് വറുത്തെടുക്കാം. താമര വിത്ത് മാറ്റി ആ കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ 2 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് 1/2 ബൗൾ പച്ച ഗ്രീൻ പീസും ചേർത്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വേകാൻ വേണ്ടി. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും ചേർത്ത് ഇനി താമര വിത്തിട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കണം. തടിച്ച റവ എടുക്കണം എപ്പോഴും. ഗ്യാസ് ഫ്ലെയിം കുറച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് തടുത്ത് കൂട്ടി റവ വേകാൻ വേണ്ടി കുറച്ച് നേരത്തേന് അടച്ച് വെക്കാം. കുറച്ച് നേരമായി അടുപ്പ് തുറന്ന് റവ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലത്തെ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. ഹെൽത്തി ഉപ്മാവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ.